ഹലോ ഓൾ, നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രിലിമിനറി ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഗ്രാം-സ്മിത്ത് ഓർത്തോ നോർമലൈസേഷൻ പ്രോസസ്സ്. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ദെൻ ഇന്നർ പ്രോഡക്റ്റ് സ്പേസിൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. ദെൻ ഇന്നർ പ്രോഡക്റ്റ് സ്പേസിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വെക്ടർ സ്പേസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും മാത്രമാണുള്ളത്. അതിൽ നമുക്ക് രണ്ട് വെക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു മോട്ടിവേഷനിലാണ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് നമ്മൾ പരിചയപ്പെടുന്നത്. ദെൻ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് നമ്മൾ ഓൾറെഡി നമുക്കറിയാവുന്ന ഒരു രീതിയിൽ നമ്മൾ പഠിച്ചത് Rn അല്ലെങ്കിൽ R2 R3 അവയിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇന്നർ പ്രോഡക്റ്റ് ആണ്. അപ്പം ഡോട്ട് പ്രോഡക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറേയധികം കണ്ടീഷനിൽ നിന്ന് ജനറലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം R2-ലെ രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ യുവും വിയും ആണെങ്കിൽ നമുക്ക് യു ഡോട്ട് ബി എന്ന് പറയുന്നതാണ് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തത്. രണ്ട് വെക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് നമുക്കൊരു സ്കെയിലർ ആയിട്ടാണ്, ഒരു നമ്പർ ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ദെൻ അതിൻ്റെ കുറേയധികം പ്രോപ്പർട്ടീസ് അത് Rnലേക്ക് നമ്മൾ ജനറലൈസ് ചെയ്ത് നമ്മൾ പറഞ്ഞു. ദെൻ അതിനുശേഷം നമ്മൾ കുറേയധികം എക്സാമ്പിൾസ് കണ്ടു. അതിൽ നിന്ന് ഡോട്ട് പ്രോഡക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറേ അധികം കണ്ടീഷനിൽ നിന്ന് അതിനെ ജനറലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഇന്നർ പ്രോഡക്റ്റിന്റെ ഡെഫിനിഷനെ നമ്മൾ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് കണ്ടീഷൻ ഇന്നർ പ്രോഡക്റ്റ് യു വി ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് വി യു. ദെൻ സെക്കൻഡ് കണ്ടീഷൻ ഇന്നർ പ്രോഡക്റ്റ് യു പ്ലസ് വി ഡബ്ല്യു ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് യു പ്ലസ് ഡബ്ല്യു പ്ലസ് ഇന്നർ പ്രോഡക്റ്റ് വി ഡബ്ല്യു. ദെൻ ഇന്നർ പ്രോഡക്റ്റ് കെ യു കോമ വി ഈക്വൽ ടു കെ ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് യു വി ആൻഡ് ഇന്നർ പ്രോഡക്റ്റ് വി വി ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആൻഡ് ഇന്നർ പ്രോഡക്റ്റ് വി വി ഈസ് 0 ഇഫ് ആൻഡ് ഓൺലി ദ വെക്ടർ ഈസ് 0. ദെൻ ഇങ്ങനെ ഒരു വെക്ടർ സ്പേസ്, ഇങ്ങനെ ഒരു ഇത്രയും കണ്ടീഷൻസ് ഇന്നർ പ്രോഡക്റ്റ് കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ആണെങ്കിൽ നമ്മൾ ആ വെക്ടർ സ്പേസിന് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് എന്ന് നമ്മൾ പറയും. ദെൻ അതിൽ നമ്മൾ നോം ഡിഫൈൻ ചെയ്തിരുന്നു. അതിനുശേഷം യൂണിറ്റ് സർക്കിൾ എന്താണെന്ന് പരിചയപ്പെട്ടു. ദെൻ പിന്നീട് അതിനുശേഷം നമ്മൾ പലതരം ഇന്നർ പ്രോഡക്റ്റ് അവരുടെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. പല സ്പേസുകളിലെയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇന്നർ പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെട്ടു. ദെൻ അതിനകത്ത് മെയിനായിട്ട് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ഒന്ന് Rnലെ ഡോട്ട് പ്രോഡക്റ്റ്, അതാണ് Rnലെ യൂഷ്വൽ ആയിട്ട് വരുന്ന ഇന്നർ പ്രോഡക്റ്റ്. ദെൻ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് ഡിഗ്രി ലെസ് ദാൻ ടു എന്നില് രണ്ട് പോളിനോമിയൽസ് എടുത്താൽ അവയുടെ കമ്പോണൻസ് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ഇന്നർ പ്രോഡക്റ്റ് ആകുന്നു. അതാണ് Pnലെ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റ്. ദെൻ Mnലെ സെറ്റ് ഓഫ് ഓൾ n by n മെട്രിസസ് എന്ന് പറയുന്ന വെക്ടർ സ്പേസിലെ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് യു വി ഈക്വൽ ടു ട്രേസ് ഓഫ് യു ട്രാൻസ്പോസ് വി ആണ്. ഓക്കെ, ദെൻ പിന്നെ ഇന്റഗ്രൽ ഇന്നർ പ്രോഡക്റ്റ് നമ്മൾ CABയിൽ കണ്ടു. ഇന്നർ പ്രോഡക്റ്റ് എഫ് കോമ ജി ഈക്വൽ ടു ഇന്റഗ്രൽ ടു ബി എഫ് ഇൻറ്റു ജി ഡി എക്സ്. ദെൻ അത് ഇന്നർ പ്രോഡക്റ്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ദെൻ അതിനുശേഷം കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ദെൻ അതിനുശേഷം നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്, നമ്മൾ ഓൾറെഡി ഡോട്ട് പ്രോഡക്റ്റിന്റെ കേസിൽ യുവും വിയും രണ്ട് വെക്ടർ ആണെങ്കിൽ കോസ് തീറ്റ ഇന്നർ പ്രോഡക്റ്റ് യു വി ബൈ നോം യു ഇൻറ്റു നോം വി എന്ന് കണ്ടിരുന്നു. ദെൻ അത് നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് സ്പേസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ രണ്ട് വെക്ടേഴ്സിന്റെ ആംഗിൾ തീറ്റ ആണെങ്കിൽ അവർ തമ്മിലുള്ള കൊസൈൻ ആംഗിൾ എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് യു വി ബൈ നോം യു ഇൻറ്റു നോം വി ആണ് നമ്മൾ കണ്ടത്. അതിനെ നമ്മൾ ജനറലൈസ് ചെയ്തു. ഓക്കെ, ദെൻ അത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്തു. പിന്നീട് നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്, രണ്ട് വെക്ടേഴ്സ് യുവും വിയും രണ്ട് വെക്ടേഴ്സ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് വി, they are said to be orthogonal if inner product u v equal to 0. കാരണം അവരുടെ കൊസൈൻ രണ്ട് വെക്ടേഴ്സ് കൊസൈൻ ആംഗിൾ നമ്മൾ ഡിഫൈൻ ചെയ്തത് ഇന്നർ പ്രോഡക്റ്റ് യു വി ബൈ നോം യു ഇൻറ്റു നോം വി എന്നാണ്. അതിനകത്ത് തീറ്റ 90 ഡിഗ്രി ആകുമ്പോഴാണ് കോസ് 90 0 ആവുക. അപ്പം ഈ കോഷ്യന്റിന്റെ ന്യൂമറേറ്റർ എന്താവും 0 ആവും. അതായത് യുവും വി ഓർത്തോഗണൽ വെക്ടേഴ്സ് അല്ലെങ്കിൽ അവർ സെപ്പറേറ്റഡ് ബൈ 90 ഡിഗ്രി ആകുമ്പോൾ ഇന്നർ പ്രോഡക്റ്റ് യു വി എന്താവും 0 ആവും. കാരണം കോസ് 90 അപ്പോൾ 0 ആവും. ഈ കോഷ്യൻ ന്യൂമറേറ്റർ 0 ആവും. അപ്പൊ അങ്ങനെ അതിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് ഡെഫിനേഷൻ ആയിട്ട് പറയുന്നു, ടു വെക്ടേഴ്സ് യു ആൻഡ് വി ഇൻ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് വി ആർ ഓർത്തോഗണൽ ഇഫ് ഇന്നർ പ്രോഡക്റ്റ് യു വി ഈക്വൽ ടു 0.
അതിന് നമ്മൾ എക്സാമ്പിൾസ് കണ്ടു, പല സ്പേസുകളിൽ നമ്മൾ എക്സാമ്പിൾസ് കണ്ടു. പിന്നെ നമ്മൾ ഒരു 2 വെക്ടേഴ്സ് ഓർത്തോഗണൽ ആവുന്ന കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. ദെൻ അവിടെ നിന്നും ഒരു സെറ്റ് ഓർത്തോഗണൽ ആവുന്ന കണ്ടീഷൻ, ഒരു 2 എലമെന്റ് സെറ്റിന് അപ്പുറത്തേക്ക് ഒരു ജനറലി ഒരു സെറ്റ് ഒരു ഓർത്തോഗണൽ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് അതിൽ നിന്ന് ഏത് 2 പെയറുകൾ എടുത്തു കഴിഞ്ഞാലും അവർ ഓർത്തോഗണൽ ആയിരിക്കും. ഏത് 2 വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാലും ഒരു സെറ്റിലെ ഏത് 2 വെക്ടേഴ്സ് എടുത്താലും അവർ ഓർത്തോഗണൽ ആണെങ്കിൽ നമ്മൾ പറയും ആ സെറ്റ് ഓർത്തോഗണൽ ആണെന്ന് പറയും. ഇനി ആ സെറ്റ് ഓർത്തോഗണൽ ആവുകയും ഓരോ എലമെന്റിന്റെ നോം, ഓരോ വെക്ടറിന്റെ നോം 1 വരികയും ചെയ്താൽ നമ്മൾ പറയും അതൊരു ഓർത്തോ നോർമൽ സെറ്റ് ആണെന്ന് നമ്മൾ പറയും. അപ്പൊ അതിന് നമ്മൾ എക്സാമ്പിൾസ് കണ്ടു. ദെൻ പിന്നെ ഓർത്തോഗണൽ സെറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ഒരു നോൺ സീറോ വെക്ടേഴ്സ്, ഒരു സെറ്റ് ഓഫ് നോൺ സീറോ വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണെങ്കിൽ ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ദെൻ ഓർത്തോഗണൽ ബേസിസ് എന്താണ്, ഓർത്തോ നോർമൽ ബേസിസ് എന്താണ് നമ്മൾ കണ്ടു. ഒരു വെക്ടർ സ്പേസിന്റെ ഒരു ബേസിസ് ഒരു ഓർത്തോഗണൽ സെറ്റ് കൂടെ ആവുകയാണെങ്കിൽ നമ്മൾ ആ ബേസിസിനെ ഓർത്തോഗണൽ ബേസിസ് എന്ന് പറയും. ആ ഒരു വെക്ടർ സ്പേസിന്റെ ബേസിസ് ഓർത്തോ നോർമൽ സെറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ ആ ബേസിസിനെ ഓർത്തോ നോർമൽ സെറ്റ് എന്ന് വിളിക്കും. അപ്പം നമ്മൾ കണ്ടു നമ്മുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓർത്തോഗണൽ ബേസിസോ ഒരു ഓർത്തോ നോർമൽ ബേസിസോ ഉണ്ടെങ്കിൽ നമുക്ക് ആ ബേസിസിന്റെ പ്രത്യേകത കൊണ്ട് നമുക്ക് ആ വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യുകയും ചെയ്യും ഈ ബേസിസ്. അതേപോലെ തന്നെ ഈ ബേസിസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അപ്പം ഈ ഓർത്തോഗണൽ ബേസിസ് സ്പാൻ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ആർബിട്രറി ആയിട്ട് ഒരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ ആ വെക്ടറിനെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബേസ് എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റുമ്പോൾ നമുക്ക് ആ വരുന്ന കുറച്ച് സ്കെയിലാറുകൾ അവിടെ പ്രസന്റ് ആവും. അപ്പോൾ ആ സ്കെയിലാറുകൾ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗമാണ് നമുക്ക് ഓർത്തോഗണൽ ബേസിസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ഓർത്തോഗണൽ ബേസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് ഒരു വെക്ടറിനെ നമ്മൾ എഴുതുമ്പോൾ ആ സ്കെയിലാർ കണ്ടുപിടിക്കുന്ന കാര്യം നമുക്ക് വളരെ ഈസിയാണ്. അതായത് നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വെക്ടർ സ്പേസ് വി ഉണ്ട്. വി ഒരു വെക്ടർ സ്പേസ് ആണ്. നമ്മുടെ കയ്യിൽ ബി എന്ന് പറയുന്ന ഒരു ഓർത്തോഗണൽ ബേസിസ് നമ്മുടെ വിക്കുണ്ട്. ബി ഈസ് ഓർത്തോഗണൽ ബേസ് ഓഫ് വി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതൊരു വെക്ടർ യു എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ബി എടുത്താലും യു ക്യാൻ ബി റിട്ടൺ ആസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് ബി. ബി എന്ന് പറയുന്നത് നമുക്ക് ഫോർ എക്സാമ്പിൾ V1, V2, V3 ആയിട്ട് എടുക്കാം. ഒരു 3 ഡയമെൻഷനുള്ള ഒരു 3 ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ് ബി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി എന്ന് പറയുന്നത് എന്താണ്, ഒരു ബേസിസ് ആണ്. വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിന്റെ ഒരു ബേസിസ് ആണ്. അതായത് ഇത്രേ ഉള്ളൂ. നമുക്ക് വി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ഉണ്ട്. ബി എന്ന് പറയുന്ന ഒരു ഓർത്തോഗണൽ ബേസിസ് നമുക്ക് വിക്കുണ്ട്. ഓർത്തോഗണൽ ബേസ് എന്ന് പറഞ്ഞാൽ ഓർത്തോഗണൽ സെറ്റുമാണ്, അതേപോലെ ഒരു ബേസിസുമാണ്. ബേസിസിനകത്ത് സപ്പോസ് 3 എലമെന്റ്സ് ആണെന്ന് വിചാരിക്കാവുന്നത്, അല്ലെങ്കിൽ വി ഒരു 3 ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ വിയിൽ നിന്ന് ഏത് വെക്ടർ എടുത്തു കഴിഞ്ഞാലും യു എടുത്തു കഴിഞ്ഞാലും നമുക്ക് യുവിനെ ബേസിസ് എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അതായത് യു ക്യാൻ ബി റിട്ടൺ സം C1 into V1 plus C2 into V2 plus C3 into V3. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്കെയിലാറുകളുടെ കമ്പ്യൂട്ടേഷൻ C1 എന്താണ് വരിക, C2 എന്താണ് വരിക, C3 എന്താണെന്ന് വരിക എന്ന് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ബി എന്ന് പറയുന്ന ബേസിസിന്റെ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ ഉപയോഗിച്ചിട്ട്. ബി ഓർത്തോഗണൽ ബേസിസ് ആണ് എന്ന് വെച്ച അർത്ഥം എന്താണ്, ബി ബേസിസ് ആണ്. മോറോവർ ബിയിലെ ഏത് 2 എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാലും അവരുടെ ഇന്നർ പ്രോഡക്റ്റ് 0 ആണ്, അല്ലെങ്കിൽ അവർ പരസ്പരം ഓർത്തോഗണലാണ്. അതായത് ഇവിടെ ഇന്നർ പ്രോഡക്റ്റ് V1, V2 0 ആണ്. അതേപോലെ ഇന്നർ പ്രോഡക്റ്റ് V1, V3 0 ആണ്. അതേപോലെ ഇന്നർ പ്രോഡക്റ്റ് V2, V3 0 ആണ്. ഇങ്ങനെ ഈ കാര്യം ഇതാണ് ഓർത്തോഗണൽ ബേസിസ് ആകുമ്പോൾ ഉള്ള കണ്ടീഷൻ. ഓർത്തോഗണൽ സെറ്റുമാണ്, ഓർത്തോഗണൽ ബേസിസുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ C1, C2, C3 കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് യു എന്ന് പറയുന്ന വെക്ടറിനെ നമുക്ക് ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതി. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ഇന്നർ പ്രോഡക്റ്റ് U, V1? ഇന്നർ പ്രോഡക്റ്റ് U, V1 എന്ന് പറയുന്നത് എന്ത് വരും? യു എന്ന് പറയുന്നത് ഈ വെക്ടർ ആണ്. അപ്പം ഇന്നർ പ്രോഡക്റ്റ് U, V1 എന്ന് പറയുന്നത് C1, V1, ഇന്നർ പ്രോഡക്റ്റ് C1, V1 പ്ലസ് C2, V2 പ്ലസ് C3, V3, V1. ഓക്കെ, ഇനി നമുക്ക് ഇന്നർ പ്രോഡക്റ്റിന്റെ കണ്ടീഷൻ അറിയാം. എന്താണ് ഇന്നർ പ്രോഡക്റ്റ്
എക്സ് പ്ലസ് വൈ സെഡ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് സെഡ് പ്ലസ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് സെഡ് പ്ലസ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് സെഡ് പ്ലസ് ഇന്നർ പ്രോഡക്റ്റ് വൈ സെഡ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നർ പ്രോഡക്റ്റ് നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് x1 പ്ലസ് x2 പ്ലസ് x3 കോമ y എന്ന് പറയുന്നത് എന്താവും? ഇന്നർ പ്രോഡക്റ്റ് x1 പ്ലസ് x2 ഒരു വെക്ടറായിട്ട് എടുക്കുക, x3 ഒരു വെക്ടറായിട്ട് എടുക്കുക. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് x1 പ്ലസ് x2 കോമ y പ്ലസ് ഇന്നർ പ്രോഡക്റ്റ് x3 y. ഇനി ഇന്നർ പ്രോഡക്റ്റ് x1 പ്ലസ് x2 y എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് x1 y പ്ലസ് ഇന്നർ പ്രോഡക്റ്റ് x2 y ആണ്. കൂട്ടത്തിൽ ഇന്നർ പ്രോഡക്റ്റ് x3 y കൂടെ വരും. അപ്പോൾ നമുക്ക് 3 വെക്ടർ ആയാലും നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇവിടെ 3 വെക്ടറാണ് വരിക. ഇന്നർ പ്രോഡക്റ്റ് c1 v1 കോമ v1 പ്ലസ് ഇന്നർ പ്രോഡക്റ്റ് c2 v2 കോമ v1 പ്ലസ് ഇന്നർ പ്രോഡക്റ്റ് c3 v3 കോമ v1. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു, ഇനി മറ്റൊരു ഇന്നർ പ്രോഡക്റ്റിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് കെ വി ഡബ്ല്യു എന്ന് പറയുന്നത് കെ ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് വി ഡബ്ല്യു ആണ്. സോ c1 പുറത്തെടുക്കാം. c1 ഇന്നർ പ്രോഡക്റ്റ് v1 v1 പ്ലസ് c2 ഇന്നർ പ്രോഡക്റ്റ് v2 v1 പ്ലസ് c3 ഇന്നർ പ്രോഡക്റ്റ് v3 v1. അപ്പോൾ ഇവിടെ ഇന്നർ പ്രോഡക്റ്റ് v1 v3 എന്താണ്? 0 ആണ്. അതുകൊണ്ട് ഇന്നർ പ്രോഡക്റ്റ് v3 v1 0 ആണ്. ഇന്നർ പ്രോഡക്റ്റ് v2 v3 0 ആണ്. അതുകൊണ്ട് ഇന്നർ പ്രോഡക്റ്റ് v3 v2 0 ആണ്. ഇന്നർ പ്രോഡക്റ്റ് v1 v2 0 ആണ്. അതുകൊണ്ട് ഇന്നർ പ്രോഡക്റ്റ് v2 v1 0 ആണ്. അപ്പോൾ c1 ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് v1 v1 നമുക്ക് നോം v1 സ്ക്വയർ എന്ന് എഴുതാം. ഇന്നർ പ്രോഡക്റ്റ് v2 v1 എന്താവും? 0 ആവും. കാരണം ഇന്നർ പ്രോഡക്റ്റ് v1 v2 0 ആണ്. അതുകൊണ്ട് ഇന്നർ പ്രോഡക്റ്റ് v1 v2 v1 0 ആണ്. ഇന്നർ പ്രോഡക്റ്റ് v3 v1 എന്താണ്? 0 ആണ്. ബിക്കോസ് ഇന്നർ പ്രോഡക്റ്റ് v3 v1 v3 0 ആയതുകൊണ്ട് ഇത് രണ്ട് 0 ആയിപ്പോൾ. സോ ഇത് c1 നോം v1 സ്ക്വയർ പ്ലസ് 0 അല്ലെങ്കിൽ c1 നോം v1 സ്ക്വയർ എന്ന് വരും. അത് ഇന്നർ പ്രോഡക്റ്റ് u v1 ഈക്വൽ ടു c1 നോം v1 സ്ക്വയർ. അതായത് c1 ഈസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് u v1 ബൈ നോം v1 സ്ക്വയർ. ഇവിടെ v1 v2 v3 എന്ന് പറയുന്ന ബേസിസ് എലമെന്റ് ആണ്. അതുകൊണ്ട് ഒരിക്കലും v1 v2 v3 എന്താവില്ല? 0 ആവില്ല. ഇപ്പൊ നോം v1 സ്ക്വയർ നോൺ സീറോ നമ്പർ ആയിരിക്കും. ഇന്നർ പ്രോഡക്റ്റ് u v1 നമുക്ക് നോം v1 സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ c1 എന്ന് പറയുന്ന സ്കെയിലാർ നമുക്ക് എന്താണെന്ന് കിട്ടും? ഇന്നർ പ്രോഡക്റ്റ് u v1 ഡിവൈഡഡ് ബൈ നോം v1 സ്ക്വയർ. അപ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും നമുക്ക് ഈ v1 പകരം v2 വെച്ചിട്ട് u കോമ v2 നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് c2 എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് u v2 ബൈ നോം v2 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ c3 എന്ന് പറയുന്നത് നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് u v3 ബൈ നോം v3 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അതായത് നമ്മൾ ഇത്രേ ഉള്ളൂ പറഞ്ഞത്. ബി എന്ന് പറയുന്ന ഒരു ഓർത്തോഗണൽ ബേസിസ് വിക്ക് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ വിയിലെ ഏത് വെക്ടർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് യുവിനെ, ക്യാപിറ്റൽ വിയിലെ ഏത് വെക്ടർ യു എടുത്താലും യുവിനെ നമുക്ക് ബിയിലെ എലിമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ആ സ്കെയിലാറുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. v1 എന്ന് പറയുന്ന വെക്ടറിന്റെ കൂടെ വരുന്ന സ്കെയിലാർ യുവും v1 തമ്മിൽ ഇന്നർ പ്രോഡക്റ്റ് എടുക്കുക, ഡിവൈഡ് ബൈ v1ന്റെ നോം കൊണ്ട്, നോമിന്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. c2ന്റെ അതുപോലെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് v2 ആയിട്ട് യുവിന് ഇന്നർ പ്രോഡക്റ്റ് എടുക്കുക, v2 സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. c3 എന്ന് പറയുന്ന സ്കെയിലാർ അല്ലെങ്കിൽ ക്യാപിറ്റൽ v3 എന്ന് പറയുന്ന എലിമെന്റ് കൂടെ വരുന്ന c3 എന്ന് പറയുന്നത് u എന്ന് പറയുന്ന വെക്ടർ v3 എന്നുണ്ടാവും. ഇതെങ്കിൽ നമുക്ക് യുനെ നമുക്ക് എങ്ങനെ എഴുതാം? u ഈക്വൽ ടു c1 v1 പ്ലസ് c2 v2 പ്ലസ് c3 v3 എന്നാണ് നമ്മൾ ആദ്യം എഴുതിയത്. ഇപ്പൊ നമുക്ക് c1 c2 c3 എന്താണെന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് അത് റീപ്ലേസ് ചെയ്യാം. ഇന്നർ പ്രോഡക്റ്റ് u v1 ബൈ നോം v1 സ്ക്വയർ ഇൻറ്റു v1 പ്ലസ് ഇന്നർ പ്രോഡക്റ്റ് u v2 ബൈ നോം v2 സ്ക്വയർ ഇൻറ്റു v2 പ്ലസ് ഇന്നർ പ്രോഡക്റ്റ് u v3 ബൈ നോം v3 സ്ക്വയർ ഇൻറ്റു v. അപ്പൊ നമുക്ക് ഈ സ്കെയിലാർ വളരെ ഈസി ആയിട്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു രീതിയിൽ നമ്മൾ പറഞ്ഞാൽ യു എന്ന് പറയുന്ന വെക്ടറിന്റെ ബി എന്ന് പറയുന്ന ബേസിസ് വെച്ചിട്ടുള്ള കോർഡിനേറ്റ് വെക്ടർ എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് u v1 ബൈ നോം v1 സ്ക്വയർ ആൻഡ് u v2 ബൈ നോം v2 സ്ക്വയർ
ഇന്നർ പ്രോഡക്റ്റ് യു വി ത്രീ ബൈ നോ വി ത്രീ സ്ക്വയർ ആണ്. ഓക്കെ, ഇതാണ് കോർഡിനേറ്റ് വെക്ടർ ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു ദ ബേസിസ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഒരു ഓർത്തോഗണൽ ബേസ് നമുക്ക് ബിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ ബേസിസ് എലമെന്റ് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് ഏത് വെക്ടറിനെ എഴുതാൻ പറ്റും. ആ ലീനിയർ കോമ്പിനേഷനിൽ വരുന്ന സ്കെയിലാറുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്കത് ഓർത്തോ നോർമൽ ബേസ് ആണെങ്കിൽ ആ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം 1 ആവും. അത്രയും വ്യത്യാസവും. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ ഓർത്തോ നോർമൽ സെറ്റിൽ നിന്ന് ഓർത്തോഗണൽ സെറ്റ് ജസ്റ്റ് അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഓർത്തോ നോർമൽ സെറ്റിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള കാര്യം പറഞ്ഞു. ദെൻ അതിനുശേഷം നമ്മൾ ഇപ്പൊ പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇനിയും പറയാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഉണ്ടെങ്കിൽ ആ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിൽ നിന്നും അല്ലെങ്കിൽ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിന്റെ ഒരു ബേസിസിൽ നിന്നും നമുക്ക് എങ്ങനെ ഒരു ഓർത്തോഗണൽ ബേസിസോ അല്ലെങ്കിൽ ഓർത്തോ നോർമൽ ബേസിസോ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ നിർമ്മിച്ചെടുക്കാം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് നമുക്കൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വെക്ടർ സ്പേസിന് ഒരു ഓർത്തോഗണൽ ബേസിസ് ഉണ്ടെങ്കിൽ ആ ഏത് വെക്ടർ എടുത്താലും നമുക്ക് ആ ബേസിസ് എലിമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റും. പക്ഷെ നമുക്ക് വളരെ പെട്ടെന്ന് ആ സ്കെയിലാറുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് സാധാ ബേസിസിൽ നിന്നും ഓർത്തോഗണൽ ബേസ് നമുക്ക് കിട്ടുമ്പോൾ, ഒരു വെക്ടർ സ്പേസിന് കിട്ടുമ്പോൾ അഡ്വാൻറ്റേജ്. അപ്പം നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്, നമുക്ക് ഏത് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിനും ഒരു ഓർത്തോഗണൽ ബേസ് എക്സിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഓർത്തോഗണൽ ബേസ് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറയുന്ന തിയറം, അല്ലെങ്കിൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ പ്രൂഫ്. ആ പ്രൂഫ് എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ഷൻ കൂടിയാണ്. നമുക്ക് കയ്യിലുള്ള ഒരു വെക്ടർ സ്പേസിന്റെ ഒരു സാധാ ബേസിസിൽ നിന്നും ഒരു ഓർത്തോഗണൽ ബേസിസ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് കൂടിയാണ്. അപ്പൊ അതിലേക്കാണ് നമ്മൾ അടുത്തായിട്ട് പോകുന്നത്. ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാംസ് ക്യുമുലേറ്റ് പ്രോസസ്. അല്ലെങ്കിൽ ആ പ്രോസസ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവരി നോൺ സീറോ ഫൈനൈറ്റ് ഡയമെൻഷണൽ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ഹാസ് ആൻ ഓർത്തോ നോർമൽ ബേസിസ്. എവരി നോൺ സീറോ ഫൈനൈറ്റ് ഡയമെൻഷണൽ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ഹാസ് ആൻ ഓർത്തോ നോർമൽ ബേസിസ്. ഏത് ഫൈനൈറ്റ് ഡയമെൻഷണൽ നോൺ സീറോ വെക്ടർ സ്പേസിനും ഒരു ഓർത്തോ നോർമൽ ബേസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓർത്തോ നോർമൽ ബേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് ആ ബേസിസ് ഏത് വെക്ടറിനെയും ബേസ് എലമെന്റ് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. മോറോവർ ആ ലീനിയർ കോമ്പിനേഷനിൽ വരുന്ന സ്കെയിലാറുകൾ നമുക്ക് വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം അതിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. അപ്പം ഈ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ഷനും കൂടെയാണ്. ഒരു ഓർത്തോ ഗണൽ ബേസിസിന്റെ, ഒരു നോൺ സീറോ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിന്റെ ഒരു സാധാ ബേസിസിൽ നിന്നും ഒരു ഓർത്തോഗണൽ ബേസിസ് ഉണ്ടാക്കിയെടുക്കുന്ന കൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ആ കൺസ്ട്രക്ഷന്റെ പ്രൂഫ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റെപ്പുകൾ വെച്ചിട്ട് നമ്മൾ അതിന്റെ മുന്നോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ഗ്രാംസ് ക്യുമുലേറ്റ് പ്രോസസ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവരി നോൺ സീറോ ഫൈനൈറ്റ് ഡയമെൻഷണൽ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ഹാസ് ആൻ ഓർത്തോ നോർമൽ ബേസിസ്. ഇപ്പൊ നമുക്കൊരു വി എന്ന് പറയുന്ന ഒരു ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വെക്ടർ സ്പേസിൽ ഒരു ഇന്നർ പ്രോഡക്റ്റ് ഉണ്ട്. അത് ഫൈനൈറ്റ് ഡയമെൻഷണൽ ആണ്. ഒരു ആർ ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ആർ ഡയമെൻഷണൽ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം അത് ഒരു ആർ ഡയമെൻഷണൽ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആണ്. അപ്പൊ അത് ഒരു ആർ ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആയതുകൊണ്ട് അതിനൊരു 6 എലിമെന്റ്സ് അടങ്ങുന്ന ഒരു ബേസിസ് എന്തായാലും ഉണ്ടാവും. ആ ബേസിസിനെ നമ്മൾ U1, U2, U3 എക്സെട്ര UR എന്ന് നമ്മൾ വിളിച്ചു. സം ആർ ഡയമെൻഷണൽ വെക്ടർ സ്പേസ്. ഓക്കെ, അതിന് ഒരു ഓർത്തോഗണൽ, അതിൽ നിന്നും ഒരു ഓർത്തോഗണൽ ബേസിസ് V1, V2 എക്സെട്ര VR. കാരണം ബേസിസിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആയിരിക്കും. അതായത് U1, U2 എക്സെട്ര UR ആണ് പിന്നെ വിയുടെ ബേസിസ് എങ്കിൽ നമ്മുടെ ഓർത്തോഗണൽ ബേസിസിനും 6 എലമെന്റ്സ് തന്നെ ഉണ്ടാവും. അപ്പൊ ആ ഇതിൽ നിന്നും ഉണ്ടാക്കുന്ന U1, U2 എക്സെട്ര UR ൽ നിന്ന് നിർമ്മിച്ചെടുക്കുന്ന ഓർത്തോഗണൽ ബേസിനെ നമ്മൾ V1, V2 എക്സെട്ര VR എന്ന് നമ്മൾ പറയുവാണ്. ആ V1, V2, VR എങ്ങനെ U1, U2, UR ഉപയോഗിച്ച് കണ്ടുപിടിക്കാം എന്നതിന്റെ ഫോർമുലയാണിത്, അല്ലെങ്കിൽ സ്റ്റെപ്പാണിത്. ഓക്കെ, അപ്പം അതിനകത്തെ ഫസ്റ്റ് വെക്ടർ, നമ്മുടെ കയ്യിൽ നിലവിൽ ഒരു സാധാ ബേസ് ഉണ്ട് U1, U2 എക്സെട്ര UR.
നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഓർത്തോഗണൽ ബേസിസിന്റെ ഫസ്റ്റ് വെക്ടർ v1 എന്ന് പറയുന്നത് u1 തന്നെയായിട്ട് എടുക്കുക. ഓക്കെ, u1 തന്നെയായിട്ട് എടുക്കുന്നു. v2 എന്ന് പറയുന്ന വെക്ടർ, ഓക്കെ, ഓർത്തോഗണൽ ബേസിന്റെ രണ്ടാമത്തെ വെക്ടർ v2 എന്ന് പറയുന്നത് u2 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് u2 v1 ഡിവൈഡ് ബൈ നോൺ v1 സ്ക്വയർ ഇൻറ്റു v1. ഓക്കെ, u2 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് u v1 ബൈ v1 സ്ക്വയർ v1. ഓക്കെ, അപ്പൊ നമുക്കൊരു പാറ്റേൺ പോലാണ് നമുക്ക് കിട്ടുക. ഇനി അടുത്ത വെക്ടർ v3 എന്ന് പറയുന്നത് u3 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് u3 v1 ബൈ നോൺ v1 സ്ക്വയർ ഇൻറ്റു v1 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് u3 v2 ബൈ നോൺ v2 സ്ക്വയർ ഇൻറ്റു v2. v4 എന്ന് പറയുന്നത് u4 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് u4 v1 ബൈ നോൺ v1 സ്ക്വയർ ഇൻറ്റു v1 മൈനസ് u4 v2 ബൈ നോൺ v2 സ്ക്വയർ v2 മൈനസ് u4 v3 ബൈ നോൺ v3 സ്ക്വയർ v3. അപ്പൊ ഇതൊരു പാറ്റേൺ ആയിട്ടാണ് പോവുക. ആ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് എത്ര ഒരു ഫൈനൈറ്റ് ഡയമെൻഷൻ ആയിരിക്കണം, അതിൽ നിന്ന് ബാക്കിയല്ല v1 v2 എക്സെട്ര vr വരെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ഓർത്തോഗണൽ ബേസിസ് നമ്മുടെ കയ്യിൽ അപ്പോൾ നമുക്ക് കിട്ടും v1 v2 എക്സെട്ര vr. ദെൻ അതായത് ഇവരുടെ ഇന്നർ പ്രോഡക്റ്റ് എടുത്തു, ഇതിൽ ഏത് പേരിന്റെ ഈ പാറ്റേണിൽ നമ്മൾ എഴുതിയ v1 v2 എക്സെട്ര vr എന്ന് പറയുന്ന 6 വെക്ടേഴ്സിനകത്ത് ഏത് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാലും കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇന്നർ പ്രോഡക്റ്റ് എടുത്ത് കമ്പ്യൂട്ട് ചെയ്താലും നമുക്ക് 0 കിട്ടും. ഓക്കെ, ദെൻ അതിന്റെ പ്രൂഫിലുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. ദെൻ അപ്പോൾ ഈ v1 v2 എക്സെട്ര ഇങ്ങനെ ഈ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന v1 v2 എക്സെട്ര vr എന്ന് പറയുന്നത് ഒരു ഓർത്തോഗണൽ ബേസ് ആവും. ഇനി നമുക്കൊരു ഓർത്തോഗണൽ സെറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഓർത്തോ നോർമൽ സെറ്റ് എങ്ങനെ ഉണ്ടാക്കാം? കിട്ടുന്ന ഓരോ വെക്ടറിന്റെയും നോം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഓർത്തോ നോർമൽ സെറ്റ് ഉണ്ടാക്കാം. അപ്പൊ v1 ബൈ നോം v1, v2 ബൈ നോം v2, v3 ബൈ നോം v3 എക്സെട്ര vr ബൈ നോം vr എടുക്കുന്ന പുതിയ സെറ്റ് എന്ന് പറയുന്നത് ഒരു ബേസിസ് ആയിരിക്കും. മോറോവർ ഓർത്തോ നോർമലുമായിരിക്കും, ഓർത്തോ നോർമൽ സെറ്റും ആയിരിക്കും. ഓക്കെ, അതായത് ഓർത്തോ നോർമൽ ആയിരിക്കും കാരണം എല്ലാത്തിൻ്റെയും നോം 1 ആണ്. പിന്നെ r ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്, അപ്പൊ അത് ഓർത്തോഗണലാണ്. അപ്പോൾ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആവും. r ഡയമെൻഷണൽ ആയതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ സ്പാൻ ചെയ്യും, ബേസ് ആവും. അപ്പൊ ഈ പുതിയ കിട്ടുന്ന v1 ബൈ നോം v1, v2 ബൈ നോം v2 എക്സെട്ര vr ബൈ നോം vr എന്ന് പറയുന്നത് ഒരു ഓർത്തോ നോർമൽ ബേസ് ആവും. അതിനെ നമ്മൾ, അതായത് v1 ബൈ നോം v1 നമ്മൾ വിളിക്കുന്ന പേരാണ് q1, v2 ബൈ നോം v2 നമ്മൾ q2 എന്ന് വിളിക്കുന്നു, എക്സെട്ര vr ബൈ നോം vr നെ qr എന്ന് വിളിക്കുന്നു. അപ്പൊ q1 q2 എക്സെട്ര qr എന്ന് പറയുന്ന 6 വെക്ടേഴ്സിൽ ഓർത്തോ നോർമൽ ബേസുമാണ്. ഓക്കെ, സോ ഇദ്ദേഹം ഈ ജോർജ് പെഡേഴ്സൺ ഗ്രാം എന്ന് പറയുന്ന ഈ സയന്റിസ്റ്റ് ആണ് ഈ ഒരു പ്രോസസ് കണ്ടുപിടിച്ചത്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, യൂസിംഗ് ദ ഗ്രാം-Schmidt process, assume that the vector space R3 has the Euclidean inner product. Apply the Gram-Schmidt process to transform the basis vectors u1 equal to 1 1 1, u2 equal to 0 1 1, u3 equal to 0 0 1. Okay, into an orthogonal basis v1 v2 v3, and then normalize the orthogonal basis vectors to obtain orthonormal basis q1 q2 q3. അതായത് നമുക്കൊരു നമുക്ക് r3 ഉണ്ട്. r3 3 ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. അതിന്റെ ഒരു ബേസ് നമുക്ക് തന്നിട്ടുണ്ട് u1 u2 u3. ഇവിടെ നമുക്കറിയാം u1 u2 നമ്മളുടെ ഇന്നർ പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് 1 into 0 plus 1 into 1 plus 1 into 1 2 എന്ന് കിട്ടും. അപ്പം u1 u2 u3 എന്ന് പറയുന്ന സെറ്റ് ഓർത്തോഗണൽ സെറ്റ് അല്ല, ഒരു സാധാ സെറ്റാണ്. സെറ്റ് മാത്രമല്ല, ഒരു സാധാ ബേസ് ആണ്. ഓക്കെ, ബേസ് ആണെന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്ലൈ ഗ്രാം-Schmidt പ്രോസസ് ട്രാൻസ്ഫോം ദ ബേസിസ് വെക്ടേഴ്സ്. ഇതൊരു ബേസ് ആണെന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഓർത്തോഗണൽ ബേസും ഒരു ഓർത്തോ നോർമൽ ബേസും ഉണ്ടാക്കാം. ഓർത്തോഗണൽ ബേസ് ഉണ്ടാക്കാനുള്ള പ്രോസസ്സിന്റെ പേരാണ് ഗ്രാം-Schmidt പ്രോസസ്. ആ ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക്, അതായത് ഇതാണ് ഫോർമുലാസ്, ഈ ഫോർമുലാസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് v1 v2 എക്സെട്ര v1 v2 v3 നമുക്ക് കണ്ടുപിടിച്ചാൽ അതൊരു ഓർത്തോഗണൽ ബേസ് ആവും. ഓക്കെ, അപ്പം നമ്മുടെ സ്റ്റെപ്സിൽ പറഞ്ഞിരിക്കുന്ന പോലെ v1 എന്ന് പറയുന്ന വെക്ടർ u1 ആയിട്ട് എടുക്കുക. അപ്പൊ ഇവിടെ v1 എന്ന് പറയുന്നത് u1, അതായത് 1 1 1 എന്ന് പറയുന്ന വെക്ടർ ആയിട്ട് എടുത്തു. v2 എന്ന് പറയുന്നത് u2 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് u2 v1 ബൈ നോ v1 സ്ക്വയർ v1, അതായത് u2 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് u v1 ബൈ നോ v1 സ്ക്വയർ ടു v1. അപ്പോൾ u2 എന്ന് പറയുന്ന ആരാണ്? v2 എന്ന് പറയുന്ന വെക്ടറാണ്. v1 എന്ന് പറയുന്ന വെക്ടർ u1 ആണ്. v2 എന്ന് പറയുന്ന വെക്ടർ ഇദ്ദേഹമാണ്. ഓക്കെ, v2 ആരാണ്? u2 മൈനസ് u2 എന്ന് പറയുന്നതാണ് 0 1 1 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് u2 v1. ഇന്നർ പ്രോഡക്റ്റ് u2 v1 എടുക്കുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. നോം v1 സ്ക്വയർ 3 എന്ന് കിട്ടും. v1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. v1 എന്ന് പറയുന്ന ആരാണ്? u1 തന്നെയാണ്. 1 1 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും.
അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു വെക്ടർ കിട്ടും. ഓക്കെ, അപ്പം V2 എന്ന് പറയുന്നത് -2/3, 1/3, 1/3 എന്ന് കിട്ടും. ഇനി V3 കൂടെ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. V3യുടെ എക്സ്പ്രഷൻ ഇതാണ്. സോ V3 എന്ന് പറയുന്നത് U3 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് U3 V1 ബൈ നോം V1 സ്ക്വയർ V1 മൈനസ് U3 V2 ബൈ നോം V2 സ്ക്വയർ V2. അപ്പം ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. U3 ഉണ്ട് 001 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് U3 V1. ഇവിടെ നമുക്ക് സാധാ ഡോട്ട് പ്രോഡക്റ്റ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, യൂഷ്വൽ ഇന്നർ പ്രോഡക്റ്റിലാണ് തന്നിരിക്കുന്നത്, യൂക്ലിഡിയൻ ഇന്നർ പ്രോഡക്റ്റിലാണ് തന്നിരിക്കുന്നത്. ഇന്നർ പ്രോഡക്റ്റ് U3 V1 എടുക്കുക. U3 നമ്മുടെ കയ്യിലുണ്ട്, ഇതാണ് U3. V1 നമ്മുടെ കയ്യിലുണ്ട്. ഇന്നർ പ്രോഡക്റ്റ് U3 V1 കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 1 എന്ന് കിട്ടും. നോം V1 സ്ക്വയർ എടുക്കുക. നോം V1 സ്ക്വയർ എന്ന് പറയുന്നത് ഈ എലമെന്റിന്റെ നോം ആണ്. 3 എന്ന് കിട്ടും. √3 ആണ് നോം കിട്ടുക. സ്ക്വയർ എടുക്കുമ്പോൾ 3 എന്ന് കിട്ടും. ഇൻറ്റു V1 ആരാണ്? ഇതാണ് V1 111 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് U3 V2 എടുക്കുമ്പോൾ ഇന്നർ പ്രോഡക്റ്റ് ഇതാണ് U3, ഇതാണ് V2. ഇവരുടെ തമ്മിലുള്ള ഇന്നർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് 1/3 എന്ന് കിട്ടും. നോം V2 സ്ക്വയർ, V2 ഈ വെക്ടറാണ്, നോം V2 സ്ക്വയർ 2/3 എന്ന് കിട്ടും. ഇൻറ്റു V2, അതായത് ഇതൊരു സ്കെയിലാർ ആണ്. ഓക്കെ, ഈ ഇന്നർ പ്രോഡക്റ്റ് ബൈ നോം V1 സ്ക്വയർ, ഇന്നർ പ്രോഡക്റ്റ് U3 V2 ബൈ നോം V2 സ്ക്വയർ എന്ന് പറയുന്ന സ്കെയിലാർ ആണ്. ഈ സ്കെയിലാറും ഈ വെക്ടറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം U3 V2 ബൈ നോം V2 സ്ക്വയർ ഇൻറ്റു V2 ആരാണ്? ഈ വെക്ടർ കൊണ്ടും ഈ വെക്ടറാണ്. ഈ സ്കെയിൽ 1/3 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1/3 ബൈ 2/3 ആയിട്ടുള്ള 1/2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ വെക്ടർ കിട്ടും, V3 കിട്ടും. അപ്പം V1 111, V2 -2/3 1/3 1/3, V3 0 - 1/2 1/2. പുതിയ ഈ സെറ്റ് V1 V2 V3 എന്ന് പറയുന്ന സെറ്റ് നമുക്ക് എന്തായിരിക്കും? ഒരു ഓർത്തോഗണൽ ബേസിസ് ആയിരിക്കും. സെറ്റ് V1 V2 V3 എന്ന് പറയുന്നത് ഒരു ഓർത്തോഗണൽ ബേസ് ആയിരിക്കും. അതാണ് തിയറം പറയുന്നത്. ഓക്കെ, V1 V2 V3 എന്ന് പറയുന്ന 3 എലമെന്റ് സെറ്റ് ഓർത്തോഗണൽ ബേസിസ് ആയിരിക്കും. ഓർത്തോഗണൽ സെറ്റ് ആയിരിക്കും, ഓർത്തോഗണൽ ബേസിസ് ആയിരിക്കും. ഇനി ഈ V1 V2 V3യിൽ നിന്ന് എങ്ങനെ Q1 Q2 Q3 കണ്ടുപിടിക്കാം? Q1 Q2 Q3 എന്ന് പറഞ്ഞാൽ ഓർത്തോ നോർമൽ ബേസ് കണ്ടുപിടിക്കാം. ജസ്റ്റ് V1 ബൈ നോം V1 എടുക്കുക, V2 ബൈ നോം V2 എടുക്കുക, V3 ബൈ നോം V3 എടുക്കുക. അതായത് V1 നോം V1 നോം V2 നോം V3 കണ്ടുപിടിച്ചു. എന്നിട്ട് Q1 എന്ന് പറയുന്നത് V1 ബൈ നോം V1, അപ്പൊ നമുക്ക് ഈ വെക്ടർ കിട്ടും. Q2 എന്ന് പറയുന്നത് V2 ബൈ നോം V2, അപ്പൊ ഈ വെക്ടർ കിട്ടും. Q3 എന്ന് പറയുന്നത് V3 ബൈ നോം V3, അപ്പൊ ഈ വെക്ടർ കിട്ടും. അപ്പം ഈ വെക്ടർ ഈ വെക്ടർ ഈ വെക്ടർ ഈ 3 വെക്ടർസിന്റെ കളക്ഷൻ എന്താകും? ഇത് സെറ്റ് Q1 Q2 Q3 എന്ന് പറയുന്ന ഒരു ഓർത്തോ നോർമൽ ബേസ് ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിൽ, നോൺ സീറോ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിൽ നിന്നും നമുക്കൊരു ഓർത്തോഗണൽ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓർത്തോഗണൽ ബേസ് കിട്ടുന്നതിന് അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് സ്കെയിലാറുകൾ, ആ ഓർത്തോഗണൽ ഏത് വെക്ടർ എടുത്താലും ആ ഓർത്തോഗണൽ ബേസിന്റെ സ്കെയിൽ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ആ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്ന ആ സ്കെയിലാറുകൾ അല്ലെങ്കിൽ കോർഡിനേറ്റ് വെക്ടർ ഓഫ് ദാറ്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ദ ബേസിസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഗ്രാം സ്കീമാറ്റിക് പ്രോസസ്സ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, താങ്ക് യു.